നിങ്ങൾക്ക് അടിയന്തരമായി പണം വേണം, ബാങ്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പരസ്യം വരുന്നത്. 5 മിനിറ്റിനുള്ളിൽ ലോൺ, നോ സിബിൽ റിക്വയർഡ്, ഡോക്യുമെന്റ്സ് ഇല്ലാതെ ലോൺ. നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു. ചില മിനിറ്റുകൾക്കുള്ളിൽ പണം അക്കൗണ്ടിൽ എത്തുകയും ചെയ്യുന്നു. പക്ഷെ അതിനുശേഷമാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അമിതമായ പലിശ, മറഞ്ഞിരിക്കുന്ന ചാർജുകൾ, നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട്സ്, ഫോട്ടോസ്, മെസ്സേജസ് എന്നിവയിലേക്കുള്ള കടന്നുകയറ്റം, തിരിച്ചടവ് ഏതെങ്കിലും കാരണത്താൽ വൈകിയാൽ ഭീഷണിയും അപമാനിക്കലും, നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് വ്യാജ സന്ദേശങ്ങൾ അയക്കൽ. ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലോൺ ആപ്പ് തട്ടിപ്പ്. ഇത് വെറും സാമ്പത്തിക തട്ടിപ്പാണോ, അതോ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ തന്നെ കൊള്ളയടിക്കുന്ന വലിയൊരു സൈബർ ക്രൈം നെറ്റ്വർക്ക് ആണോ? വിശദമായി പരിശോധിക്കാം. കേരളം പോലെ ഉയർന്ന ഡിജിറ്റൽ സാക്ഷരതയും സ്മാർട്ട് ഫോൺ സ്വാധീനവുമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം വ്യാജ ലോൺ ആപ്പുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വ്യാജ കോൾ സെന്റർ സജ്ജമാക്കി ലോൺ ആപ്പിലൂടെ അമേരിക്കക്കാരിൽ നിന്ന് കോടികൾ കൊള്ളയടിച്ച ഉത്തരേന്ത്യൻ സംഘം പിടിയിലായിരുന്നു. അമിതമായ പലിശ നിരക്കുകൾ, മറഞ്ഞിരിക്കുന്ന ചാർജുകൾ, ഫോണിലെ കോണ്ടാക്റ്റുകൾ, ഫോട്ടോകൾ, സന്ദേശങ്ങൾ എന്നിവയിലേക്കുള്ള ആക്സസ് ദുരുപയോഗം ചെയ്യൽ, തിരിച്ചടവ് വൈകുമ്പോഴുള്ള ഭീഷണികളും അപമാനിക്കലുകളും, കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് വ്യാജ സന്ദേശങ്ങൾ അയക്കൽ എന്നിങ്ങനെ വലിയൊരു ചതിക്കുഴിയാണ് ഇതിന് പിന്നിലുള്ളത്. ഇത് വെറും ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല, മറിച്ച് നമ്മുടെ മൊബൈൽ ഫോണിലെ സ്വകാര്യ വിവരങ്ങൾ തന്നെ കൊള്ളയടിക്കുന്ന വലിയൊരു സൈബർ ക്രൈം ശൃംഖലയാണ്. ലോൺ ആപ്പ് സ്കാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? തട്ടിപ്പിന്റെ ആദ്യഘട്ടം വളരെ ലളിതവും ആകർഷകവുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും ഇൻസ്റ്റന്റ് ലോൺ, ക്വിക്ക് ക്യാഷ്, എമർജൻസി ലോൺ, ബാഡ് ക്രെഡിറ്റ്, നോ പ്രോബ്ലം എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികൾ ഈ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്ലേ സ്റ്റോർ പോലുള്ള പ്ലാറ്റ്ഫോമുകളെ ഒഴിവാക്കി വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ലിങ്കുകൾ വഴി നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന APK ഫയലുകൾ വഴിയാണ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ തട്ടിപ്പ് സംഘം ചോർത്തുന്നത്. തുടർന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഇനി പറയുന്ന വിവരങ്ങൾ നൽകാൻ ഉപയോക്താവ് നിർബന്ധിതനാകുന്നു. പേരും മൊബൈൽ നമ്പറും ആധാർ പോലുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഫോണിലെ കോണ്ടാക്ട്സ്, ഫോട്ടോസ്, ഫയൽസ്, ഗാലറി എന്നിവയിലേക്കുള്ള പെർമിഷൻ, ഇവിടെയാണ് യഥാർത്ഥ അപകടത്തിന്റെ തുടക്കം. വായ്പ അന്വേഷണത്തിന് എത്തുന്ന വ്യക്തിക്ക് ഒരു ചെറിയ തുകയുടെ ആവശ്യമേ ഉണ്ടാകൂ. എന്നാൽ തട്ടിപ്പ് ആപ്പുകൾക്ക് പ്രധാനം ആ വ്യക്തിയുടെ വ്യക്തിഗത ഡാറ്റ ചോർത്തിയെടുക്കുക എന്നതാണ്. വായ്പ ലഭിച്ചാൽ പ്രശ്നം തീരുമെന്ന് വിചാരിക്കരുത്. പലപ്പോഴും വായ്പാ തുക അക്കൗണ്ടിൽ എത്തുമ്പോൾ പണം കിട്ടിയല്ലോ, ഇനി സമയത്തിന് തിരിച്ചടച്ചാൽ മതിയല്ലോ എന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ വ്യാജ ലോൺ ആപ്പുകളുടെ കാര്യത്തിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ലഭിച്ച തുകയേക്കാൾ വളരെ വലിയൊരു തുക ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടയ്ക്കണമെന്ന് ആപ്പുകൾ ആവശ്യപ്പെടുന്നു. ഹിഡൻ ചാർജസ്, പ്രോസസിംഗ് ഫീസ്, പെനാൽറ്റി ആൻഡ് ലേറ്റ് ഫീസ്, ഇങ്ങനെ വിവിധ പേരുകളിൽ എടുത്ത തുകയുടെ ഇരട്ടിയോളമാണ് തിരിച്ചടവായി ആവശ്യപ്പെടുന്നത്. ഈ ഭീമമായ തുക നൽകാൻ കഴിയില്ലെന്ന് വരുമ്പോൾ ക്രൂരമായ മാനസിക പീഡനവും ഭീഷണിയും ആരംഭിക്കുന്നു. ലോൺ ആപ്പ് തട്ടിപ്പുകളുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം കോണ്ടാക്ട് ലിസ്റ്റ് ഉപയോഗിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അനുവദിച്ച ആക്സസ് ഉപയോഗിച്ച് ഫോണിലെ മുഴുവൻ നമ്പറുകളും തട്ടിപ്പുകാർ ശേഖരിക്കുന്നു. ഇരയായ വ്യക്തി തുക തിരിച്ചടയ്ക്കാൻ വൈകുമ്പോൾ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുടെ നമ്പറുകളിലേക്ക് വിളിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്യുന്നു. ഇയാൾ വായ്പ എടുത്തു മുങ്ങി എന്ന തരത്തിൽ വ്യാജവും അപമാനകരവുമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. ചില കേസുകളിൽ ഇരയുടെ ഫോട്ടോകൾ അശ്ലീലമായി മോർഫ് ചെയ്ത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇത് ഇരകളിൽ കടുത്ത മാനസിക സമ്മർദ്ദവും അപമാന ഭയവും ഉണ്ടാക്കുന്നു. എന്നാൽ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിയമപരമായി എടുത്ത വായ്പ തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ഒരാൾക്കുണ്ടാകാം. എന്നാൽ വ്യക്തികളെ ഭീഷണിപ്പെടുത്താനോ മാനഹാനി വരുത്താനോ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനോ ആർക്കും നിയമപരമായ അവകാശമില്ല. ഈ തട്ടിപ്പിന് പിന്നിൽ ആരാണ്? അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണിത്. വിപണിയിലുള്ള എല്ലാ ഡിജിറ്റൽ ലോൺ ആപ്പുകളും തട്ടിപ്പല്ല. നിയമപരമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളും NBFCകളും അവരുടെ ഔദ്യോഗിക ഡിജിറ്റൽ ലെൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി വായ്പ നൽകുന്നുണ്ട്. എന്നാൽ വ്യാജ ലോൺ ആപ്പുകളുടെ പ്രവർത്തന രീതി വ്യത്യസ്തമാണ്. ഒരു വ്യാജ ആപ്പ് പ്രവർത്തിപ്പിക്കാൻ ചില മൊബൈൽ നമ്പറുകൾ, തട്ടിപ്പ് പണം സ്വീകരിക്കാൻ ബാങ്ക് അക്കൗണ്ടുകളും പേയ്മെന്റ് ഗേറ്റ്വേകളും, ഇതിന് പിന്നിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ പല കേസുകളിലും തട്ടിയെടുക്കുന്ന പണം വിവിധ അക്കൗണ്ടുകളിലൂടെ മാറ്റിമറിക്കുകയും വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു സൈബർ ശൃംഖലകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതായി അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ലോൺ റിക്കവറി പ്രശ്നമല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടിത സൈബർ കുറ്റകൃത്യമാണ്. കേരളത്തിൽ UPI, നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ വളരെ വ്യാപകമാണ്. അതിനൊപ്പം തന്നെ സൈബർ തട്ടിപ്പുകാരുടെ രീതികളും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന്
പണത്തിന് അത്യാവശ്യം വരുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ചികിത്സാ ചെലവുകൾക്ക് ബുദ്ധിമുട്ടുന്നവർ, വിദ്യാർത്ഥികളും ചെറുകിട വ്യാപാരികളും തുടങ്ങിയവരാണ് പ്രധാന ഇരകൾ. വേഗത്തിൽ വായ്പ ലഭിക്കും എന്ന ആകർഷകമായ വാഗ്ദാനം മാത്രം കണ്ട് ഒരു ആപ്പും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. വായ്പ എടുക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ആപ്പിന്റെ ഉടമസ്ഥർ ആരാണ്? കമ്പനി നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? RBI അംഗീകരിച്ച ബാങ്കുകളുമായോ NBFC-കളുമായോ ബന്ധമുണ്ടോ? ആപ്പിന്റെ പ്രൈവസി പോളിസി കൃത്യമാണോ? എന്നിവയെല്ലാം നോക്കണം. കേരളത്തിൽ ഇതുവരെ എത്ര ലോൺ ആപ്പ് തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതിൽ എത്ര കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു? ഇത്തരം തട്ടിപ്പുകളിലൂടെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ആകെ തുക എത്രയാണ്? അതിൽ എത്ര തുക തിരിച്ചു പിടിക്കാൻ സാധിച്ചു? ഇരകളുടെ കോണ്ടാക്റ്റുകൾ, ഫോട്ടോകൾ, സ്വകാര്യ വിവരങ്ങൾ എന്നിവ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ എന്ത് സുരക്ഷാ സംവിധാനമാണ് നിലവിലുള്ളത്? വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം സൈബർ തട്ടിപ്പ് ശൃംഖലകളെ കണ്ടെത്താനും അതിന് തടയിടാനും ഇന്ത്യക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളിൽ സർക്കാരുകൾക്കും കൃത്യമായ ഉത്തരങ്ങളില്ല. അഞ്ചരക്കണ്ടി കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ പുറത്തുവന്ന പോലീസ് കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ്. സൈബർ വിഭാഗത്തിലേക്ക് എത്തിയ പരാതികൾ 5500-ഓളമാണ്. കൂടുതൽ പരാതികൾ മലപ്പുറം, എറണാകുളം, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുമാണ്. ഇരകളാകുന്നവരിൽ 31% സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. തുച്ഛ ശമ്പളക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരും. 20% വീട്ടമ്മമാരും കെണിയിൽപ്പെടുന്നു. വിവിധ ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് കേരള പോലീസിന്റെ സൈബർ വിഭാഗത്തിൽ സഹായം തേടിയവരിൽ കേസ് നൽകാൻ തയ്യാറായത് 20% പേർ മാത്രമാണ്. പണമിടപാടുകൾ ഭൂരിഭാഗവും ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും റിപ്പോർട്ട് പറയുന്നു. ലോൺ ആപ്പ് തട്ടിപ്പിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. തട്ടിപ്പുകാരുടെ ഭീഷണികൾക്ക് വഴങ്ങി ഭയം കാരണം വീണ്ടും പണം അയച്ചു കൊടുക്കരുത്. തട്ടിപ്പുകാരുമായി നടത്തിയ സംഭാഷണങ്ങളുടെ സ്ക്രീൻഷോട്ട്സ്, ഫോൺ നമ്പേഴ്സ്, വാട്സപ്പ് മെസ്സേജസ്, ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കുക. തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ബാങ്കിനെ വിവരമറിയിക്കുക. അടിയന്തര സാമ്പത്തിക തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ഔദ്യോഗിക സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ഉപയോഗിക്കുക. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴി ഓൺലൈനായി പരാതി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ വിളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതോ നിങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് മാനഹാനി വരുത്തുന്നതോ നിയമപരമായ റിക്കവറി നടപടിയല്ല. ഇത്തരം എല്ലാ ക്രൂരമായ ഭീഷണികൾക്കും പീഡനങ്ങൾക്കുമെതിരെ ശക്തമായി നിയമ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഡിജിറ്റൽ വായ്പാ വിതരണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നതിൽ തർക്കമില്ല. എന്നാൽ ഇത് ഉയർത്തുന്ന സാമൂഹിക സുരക്ഷാ ഭീഷണികളെ ലഘൂകരിച്ച് കാണാനാകില്ല. ലോൺ ആപ്പിലേക്കുള്ള ഒരു ക്ലിക്കിനപ്പുറം കാത്തിരിക്കുന്നത് വലിയ ചതിക്കുഴിയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സാമ്പത്തിക അച്ചടക്കവും കൃത്യമായ ബോധവൽക്കരണവുമാണ് ഈ കെണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ആവശ്യത്തിന് പണം വേഗം കിട്ടും എന്ന പരസ്യവാചകങ്ങളിൽ കുടുങ്ങാത്ത പൗരന്മാരുടെ ജാഗ്രത കൂടിയുണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരുടെ ജീവൻ കവരുന്ന ഈ ഡിജിറ്റൽ കൊള്ള അവസാനിപ്പിക്കാനാകൂ.